ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കേരള സ്റ്റൈൽ ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചെന്നൈ സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങളിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ ഉറപ്പായിട്ടും വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അപ്പോൾ അത്ര നല്ലൊരു ബിരിയാണിയാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടി ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിപ്പോൾ 1 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പീസ് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം, വലുതായിട്ടോ മീഡിയം ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും. പിന്നെ 1 കിലോ ബസ്മതി റൈസ് നല്ലതായിട്ട് കഴുകിയിട്ട് അരമണിക്കൂർ നേരം ഒന്ന് കുതിരാൻ വെക്കണം. ഞാനിപ്പം കുതിരാൻ ഇട്ടിട്ടുണ്ട്. അരമണിക്കൂർ എന്നുള്ളത് ഒരു 3/4 മണിക്കൂറായാലും കുഴപ്പമില്ല. ബസ്മതി റൈസ് കഴുകുമ്പോൾ ഈ വെള്ളം ക്ലിയർ ആകുന്നിടം വരെ നല്ലതായിട്ട് കഴുകണം. കഴുകിയിട്ട് കുറച്ചേറെ വെള്ളം ഒഴിച്ച് വെച്ചേക്കണം. ഇനിയിപ്പം ബസ്മതി റൈസിന് പകരം ജീരക സംബാർ റൈസ് ആണെങ്കിലും എടുക്കാം. ഇപ്പോൾ ബിരിയാണി വെക്കുന്ന പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ എടുത്തേക്കുന്നത് ഞാൻ, വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്. എങ്ങനെ ഒരു 200 ഗ്രാമെങ്കിലും എണ്ണ വേണം. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ ഇതിലോട്ട് 6 ഏലക്കയും 12 ഗ്രാമ്പും പിന്നെ 6 പീസ് പട്ട ഇട്ട് കൊടുക്കണം. പട്ട കുറച്ച് കൂടുതൽ എടുക്കണം. അതായത് അത്യാവശ്യം വലിപ്പമുള്ള നല്ല നീളവും വീതിയും ഒക്കെയുള്ള 6 പീസ് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഒരു 2.5 ഇഞ്ച് സൈസിൻ്റെ നീളമൊക്കെ കാണും, അതുപോലെ വലിപ്പമുണ്ട്. അപ്പോൾ ഇതിട്ട് കൊടുക്കാം. ഉടനെ തന്നെ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. സവാള നീളത്തിലരിഞ്ഞത് മീഡിയം സൈസിലെ 4 സവാള എടുത്തിട്ടുണ്ട്. അത് 350 ഗ്രാം സവാളയുണ്ട്. ഈ സവാള ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ വഴറ്റണം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇങ്ങനെ വഴറ്റിയെടുക്കാം. ഉള്ളി നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഗോൾഡൻ കളർ വരെ ആക്കണം. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി അരച്ചത് 6 ടേബിൾ സ്പൂണും അതുപോലെ ഇഞ്ചി അരച്ചത് 5 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഓരോ ടേബിൾ സ്പൂൺ നിറച്ച് വീതം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രഷായിട്ട് അരച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെയ്ത്, നിങ്ങൾ കടയിൽ നിന്നൊക്കെ മേടിക്കുവാണെങ്കിൽ ഈ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഫ്രഷായിട്ട് തന്നെ അരച്ച് ചേർക്കണം. ഞാൻ ഇതിലോട്ട് 100 ഗ്രാം വെളുത്തുള്ളിയും പിന്നെ 75 ഗ്രാം ഇഞ്ചി എടുത്തത്, എന്നിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പകുതിയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. അപ്പോൾ ഈ പകുതി വഴന്ന സമയത്തിന് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് എരിവെള്ളം മുളക് പൊടി ചെയ്ത് ലോ ഫ്ലെയിമിൽ വെക്കണം ഈ സമയത്ത്. അതുപോലെ ചെറിയൊരു പിടി മല്ലിയിലയും ചെറിയൊരു പിടി പുതിനയിലയും ഈ ലോ ഫ്ലെയിമിൽ ഇതും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് മഞ്ഞൾപ്പൊടി വേണ്ട. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലേ വഴറ്റാവും. ഈ സമയത്ത് മുളക് പൊടി ചേർക്കാമെങ്കിൽ നല്ലൊരു കളർ കിട്ടും. ആദ്യമേ ചേർത്ത് വഴറ്റാമെങ്കിൽ ഈ പുതിനയിലയും മല്ലിയിലയും കൂടെ കൂട്ടത്തിൽ ചേർക്കുമ്പോൾ അതങ്ങനെ കരിഞ്ഞു പോകത്തില്ല. അപ്പം മുളക് പൊടി ഇട്ട് കഴിഞ്ഞ് ഞാൻ 4-5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റിയായിരുന്നു. ഇത്രയും മതി. ഇനി ഇതിലോട്ട് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം മീഡിയം സൈസിലെ 5 തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ 6 പച്ചമുളക് കുറച്ചൊന്ന് കീറിയിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. 400 ഗ്രാം തക്കാളി എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ 150 ml തൈരും കൂടി ഒഴിച്ച് കൊടുക്കാം. പുളി ഇല്ലാത്ത കട്ടത്തൈര്. ഈ തക്കാളിയൊക്കെ നല്ലതായിട്ട് സോഫ്റ്റായി ഒന്ന് കുഴമ്പ് വരുവാണ് ഈ ഗ്രേവിയൊക്കെ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇതിലോട്ട് 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർക്കാം. പെരിഞ്ജീരകം ചൂടാക്കിയോ അല്ലെങ്കിൽ ഫ്രഷായിട്ടോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഒന്ന് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ തക്കാളി ഒന്ന് പെട്ടെന്ന് സോഫ്റ്റ് ആവും. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഒരു 4 മിനിറ്റ് നേരമൊക്കെ അടച്ച് വെച്ചിട്ട് ശകല നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിപ്പോൾ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഇച്ചിരി കൂട്ടി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ചിക്കന് വേണ്ടുന്നത് ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് നമുക്ക് ബിരിയാണിക്ക് മൊത്തത്തിൽ വേണ്ടുന്ന വെള്ളമായത് 7.5 കപ്പ് വെള്ളം. 250 ml കപ്പിൽ 5 കപ്പ് ബിരിയാണി റൈസാണ് ഞാൻ എടുത്തത്. അപ്പോൾ 1 കിലോ റൈസ് എന്ന് പറയുമ്പോൾ 250 ml കപ്പിൽ 5 കപ്പുണ്ട്. അപ്പോൾ അതേ കപ്പിൽ 7.5 കപ്പ് വെള്ളം ഒന്ന് അളന്ന് ചൂടാക്കിയിടണം. അപ്പോൾ ഇതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ.
ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൊടുക്കണം. ഏകദേശം 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ചിക്കനൊക്കെ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ശകലം കൂടെ ഉള്ളൂ വേവാൻ. അപ്പോൾ ഈ ബാക്കി ഇരിക്കുന്ന വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അളന്ന് വെച്ചേക്കുന്നതിൽ ബാക്കിയിരിക്കുന്ന വെള്ളം. അപ്പോൾ മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഒരു 5-6 മിനിറ്റ് നേരം കൂടെ ഒന്ന് അടച്ചു വെക്കാം. ഇതിപ്പോൾ ഒരു 5-6 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ചിക്കനൊക്കെ ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ഇച്ചിരി മുന്നിട്ട് നിൽക്കണം. എങ്കിലേ റൈസൊക്കെ വെന്ത് വരുമ്പം ടേസ്റ്റ് കാണത്തുള്ളൂ. ഉപ്പ് കുറച്ച് അറിയണം. ആ രീതിയിൽ വേണം ചേർക്കാൻ. അതുപോലെ മീഡിയം സൈസിൽ ഒരു ലെമണും കൂടെ പിഴിഞ്ഞു കൊടുക്കാം. ഇനി ഇതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വെള്ളം ഇച്ചിരി ഒന്ന് വറ്റണം. എന്നിട്ട് വേണം ദം ചെയ്യാൻ. ഇപ്പോൾ ചിക്കൻ വേവിക്കുമ്പോൾ ആ ഫ്ലെയിമൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞ പോലെ വെക്കാവൂ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വെള്ളം വറ്റിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് റൈസ് ഇടുമ്പോൾ വെള്ളം ഒരുപാട് കുറഞ്ഞു പോകും. ഈ വെള്ളവും റൈസും ഒരേ ലെവലിൽ വരണം. ആ സമയത്ത് നമുക്ക് ദം ചെയ്യാം. ഏകദേശം ആയി വരുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് തിളച്ചാൽ മതി. ഇപ്പോൾ ചൂടായ ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം ദം ചെയ്യാൻ. ഇരുമ്പിൻ്റെയോ ഇൻഡാലിയത്തിൻ്റെയോ അങ്ങനെ കട്ടിയുള്ള ദോശക്കല്ലിൻ്റെ മുകളിൽ. അപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ദം ചെയ്യണം. ലോ ഫ്ലെയിമിൽ ചൂടായ ദോശക്കല്ലിൻ്റെ മുകളിൽ 20 മിനിറ്റ് നേരം ഒന്ന് ദം ചെയ്യാം. ഇപ്പോൾ ഇളക്കുമ്പം കണ്ടില്ലേ, അധികം വെള്ളമൊന്നുമില്ല. റൈസും വെള്ളവും കൂടെ ഒരേ ലെവലിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വരെ ആക്കണം. ഒന്ന് ലെവൽ ചെയ്തിട്ട് അടച്ചു വെച്ച് നമുക്കിനി ദം ചെയ്യാം. അപ്പോൾ ദം ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റായി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഉടനെ തുറക്കണ്ട. ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണി ഇത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ കൂടെ സലാഡും പിന്നെ ചിക്കൻ 65 വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാമെങ്കിൽ നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.